വെൽക്കം ടു സ്മാർട്ട് ശ്രീ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ആഡം സ്മിത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് കാൾ മാർക്സ്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്ന പോയിന്റുകളാണ് കേട്ടോ. SCERT പിന്നെ +1 +2 പുസ്തകങ്ങളൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വ്യക്തിയാണ് കാൾ മാർക്സ്, ജർമ്മൻ തത്വചിന്തകനാണ്. അപ്പോൾ അദ്ദേഹം കാൾ മാർക്സ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിനെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. ഉത്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് കാൾ മാർക്സ്. ഉത്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് കാൾ മാർക്സ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യത്യാസമില്ലാത്ത ഒരു സമൂഹം എന്നതായിരുന്നു കാൾ മാർക്സിൻ്റെ സ്വപ്നം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്നതായിരുന്നു കാൾ മാർക്സിൻ്റെ സ്വപ്നം. ഉത്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അദ്ദേഹം ആ സ്വപ്നം നമ്മളേക്ക് അറിയിച്ചത് എന്തിലൂടെയാണ്? അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയിലൂടെയാണ് ദസ് ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന കൃതിയിലൂടെയാണ്. മൂലധനം എന്ന കൃതി നമ്മൾ കേട്ടിട്ടുണ്ടാവും, കാൾ മാർക്സിൻ്റെ ആണെന്ന്. ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ദസ് ക്യാപിറ്റൽ എന്നാണ്. ദസ് ക്യാപിറ്റൽ എന്ന കൃതിയിലൂടെയാണ് ഈ പറയുന്ന ആശയം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്ന സ്വപ്നം അദ്ദേഹം നമ്മളെ അറിയിച്ചത്. അപ്പോൾ ഉത്പാദന പ്രക്രിയയിൽ ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി എടുക്കുകയും ചെയ്യുന്നതിനെ കാൾ മാർക്സ് വിശേഷിപ്പിച്ച പേരാണ് മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ അഥവാ മിച്ചമൂല്യം. ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി എടുക്കുകയും ചെയ്യുന്നതിനെ കാൾ മാർക്സ് വിശേഷിപ്പിച്ച പേരാണ് മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ. അപ്പോൾ കാൾ മാർക്സിനെ കുറിച്ച് എന്ത് പറഞ്ഞു? കാൾ മാർക്സ് ജർമ്മൻ തത്വചിന്തകനാണ്. ഉത്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അദ്ദേഹം ഉൽപ്പന്നത്തിന്റെ വിലയുടെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി എടുക്കുകയും ചെയ്യുന്നതിന് അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത് എന്താണ്? മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്നതാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണിത്, ദസ് ക്യാപിറ്റൽ. ഇനി അദ്ദേഹത്തിന്റെ വേറൊരു പ്രധാനപ്പെട്ട കൃതിയുണ്ട്, ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും പഠിച്ചിരിക്കേണ്ടതാണ്. വേൾഡ് ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന കൃതിയുടെ രചയിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൾ മാർക്സ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഫ്രെഡറിക് ഏംഗൽസും കൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചിരിക്കുന്നത്. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കൂടിയിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കാൾ മാർക്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ച് പഠിക്കാം. ആൽഫ്രഡ് മാർഷൽ, ഫാദർ ഓഫ് വെൽഫെയർ എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആൽഫ്രഡ് മാർഷലാണ്. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ ആരാണ്? ഫാദർ ഓഫ് വെൽഫെയർ എക്കണോമിക്സ് ആണ്. അപ്പോൾ എന്താണ് അദ്ദേഹം വെൽഫെയർ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് എന്ന് അദ്ദേഹത്തെ പറയാൻ കാരണം എന്താണ്? അദ്ദേഹം പറയുന്നത് എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ. ക്ഷേമം എന്ന് കണക്ട് ചെയ്ത് വെക്കാം. SCERT ടെക്സ്റ്റ് ബുക്കിൽ മാച്ച് ദ ഫോളോയിങ് പോലെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ പേരും അവരുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വരാം. ഓപ്ഷൻ എക്ക് 1 ആണോ 3 ആണോ 2 ആണോ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പുതിയ രീതിയാണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയും വരാം, ആസ് ദ ഫോളോയിങ് പോലെയും വരാം. അപ്പോൾ മാർഷൽ ക്ഷേമം, അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ്
ആൽഫ്രഡ് മാർഷൽ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആത്യന്തികമായി മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന കൃതി രചിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്, ചോദന നിയമം. ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം അഥവാ ഡിമാൻഡ് തിയറി കൊണ്ടുവന്ന വ്യക്തിയാണ്, ചോദന നിയമം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ. എന്താണ് ചോദന നിയമം? ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ്. നമുക്ക് പ്രധാനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് സപ്ലൈ എന്നാണ് കേട്ടോ. അപ്പോൾ ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡാണ്, പ്രധാനം എന്ന് പറഞ്ഞാൽ സപ്ലൈ ആണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ചോദന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡുമായി ബന്ധപ്പെട്ടൊരു നിയമമാണ്. അതായത് നമുക്കറിയാം, നമുക്ക് ഡെയിലി നമുക്ക് നിത്യോപയോഗത്തിനുള്ള വസ്തുക്കളാണെങ്കിൽ നമ്മൾ എത്ര വിലയായാലും നമ്മൾ വാങ്ങൂലേ? അല്ല, നിത്യോപയോഗത്തിനുള്ളതല്ല എങ്കിൽ അല്ലാത്ത കുറച്ച് പ്രൊഡക്റ്റുകൾ നമുക്ക് വേണം, പക്ഷെ അതിനൊക്കെ ഭയങ്കര വിലയാണെങ്കിൽ നമ്മൾ വേണ്ട, ഇപ്പം വേണ്ട, സാധാരണക്കാരാകുമ്പോൾ നമുക്ക് അത് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞു മാറ്റി വയ്ക്കും. അങ്ങനെ ഒരു ഉൽപ്പന്നത്തിന് പെട്ടെന്ന് വില കുറയാണ്, എന്തെങ്കിലും ഓഫ് സീസണൊക്കെ വരുമ്പോൾ വില കുറയാണ്. വില കുറയുമ്പോൾ എന്താണ്? അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണോ, അതിന് വില കുറയാണ്. വില കുറയുമ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ട് നമുക്കത് വാങ്ങാം അല്ലേ? വാങ്ങണമെന്ന് തോന്നും, നമ്മൾ വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഒരു വസ്തുവിൻ്റെ വില കുറയുമ്പോൾ അതിന് ഡിമാൻഡ് കൂടുക. പക്ഷെ ആ വസ്തുവിന് വില കൂടുമ്പോഴോ സ്വാഭാവികമായിട്ട് ഇപ്പം വേണ്ടതല്ലല്ലോ, അത്യാവശ്യമുള്ളതല്ല, പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുക എന്നതാണ് ചോദന നിയമം, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ് ആവിഷ്കരിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ് ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. ചോദന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? സമ്പത്ത് ആത്യന്തികമായി മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്നും പറഞ്ഞ വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം, നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു തിയറി പഠിച്ചു, ലെസ് ഫെയർ സിദ്ധാന്തം. അപ്പോൾ പല പുസ്തകങ്ങൾ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലായിട്ട് പല പുസ്തകങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കണം. ഇനി ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കാനുണ്ട്, തിയറികൾ പഠിക്കാനുണ്ട്. അപ്പോൾ കെയ്നീഷ്യൻ ഇക്കണോമിക്സ് ഒരു നിയമമാണ്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? ലെസ് ഫെയർ സിദ്ധാന്തം, ചോദന നിയമം. ഇപ്പോൾ ചോദന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് എപ്പോൾ കൂടും? വില കുറയുമ്പോൾ, ഒരു പ്രൊഡക്റ്റിന് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുക എന്നതാണ് ചോദന നിയമം. ആവിഷ്കരിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പുസ്തകമാണ് ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട പുസ്തകം. നെക്സ്റ്റ്, ലയണൽ റോബിൻസ്. അടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. റോബിൻസ് പറഞ്ഞത്, വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിത വിഭവങ്ങളും തമ്മിലുള്ള പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിത വിഭവങ്ങളും തമ്മിലുള്ള പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. വർദ്ധിച്ച ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കൊരു പരിധിയൊന്നുമില്ല അല്ലേ? നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ചെറുതായിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സൈക്കിൾ വേണം തോന്നും. ആ സൈക്കിൾ കിട്ടി കുറച്ച് നമ്മൾ ഇത്തിരി കൂടി ഒരു യൂത്തിലേക്കൊക്കെ കിടക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഒരു 2 വീലർ വേണം തോന്നും. അത് ഒരു കൗമാരത്തിലേക്ക് കിടക്കുമ്പോൾ 2 വീലർ വേണം തോന്നും. അതിനുശേഷം യൂത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കാറായാലും എന്ത്, കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അത് പുതിയ മോഡലുകൾ വേണം. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്ത് കാര്യത്തിനായാലും, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് കാര്യത്തിനായാലും നമുക്ക് ആവശ്യങ്ങൾ ഒരുപാടാണ്. പക്ഷെ എന്താണ്, നമുക്കതിന് ഉള്ള പണം കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ ആവശ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം എന്താണ്? അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിത വിഭവങ്ങളും തമ്മിലുള്ള പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ കയ്യിലുള്ള ആ
പർച്ചേസിങ് പവർ, നമ്മുടെ കയ്യിലുള്ള മണിക്ക് അനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണം എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് ലയണൽ റോബിൻസ്. അപ്പം ലയണൽ റോബിൻസ് എന്താണ്? വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിത വിഭവങ്ങളും തമ്മിലുള്ള പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. ഓക്കെ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് അടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ച് പഠിക്കാം. പോൾ എ സാമുവൽസൺ എന്ന് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞത്, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത എന്ന് പറയുന്നത് മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് പോൾ എ സാമുവൽസൺ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ പ്ലാനിങ് വേണം, പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷനും വേണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് പോൾ എ സാമുവൽസൺ. പോൾ എ സാമുവൽസൺ ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രമേ പഠിക്കാനുള്ളൂ. പോൾ എന്ത് പറഞ്ഞു? പ്ലാനിങ് വേണമെന്ന് പറഞ്ഞു. പോൾ പ്ലാനിങ് അങ്ങനെ കണക്ട് ചെയ്യാം. പോൾ എ സാമുവൽസൺ പറഞ്ഞത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് പോൾ എ സാമുവൽസൺ. നെക്സ്റ്റ് വേറൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് വോക്കർ. പറഞ്ഞത്, പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. മണി ഈസ് വാട്ട് മണി ഡസ്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് വോക്കർ. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് വോക്കർ. മണി ഈസ് വാട്ട് മണി ഡസ്. മണി ഈസ് വാട്ട് മണി ഡസ്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനെ നോക്കാം. തോമസ് ഗ്രഷാം. മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് തോമസ് ഗ്രഷാം. ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട്. ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ്, എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് തോമസ് ഗ്രഷാം. ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട്. അതായത് ഇപ്പോൾ സർക്കാർ കൃത്രിമമായിട്ട് ഒരു നാണയത്തിൻ്റെ മൂല്യം കുറയ്ക്കുകയും മറ്റൊന്നിന് കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ മൂല്യം കുറഞ്ഞ നാണയം പിന്നെ എന്തുണ്ടാവും? പ്രചാരത്തിൽ നിന്ന് ഔട്ടാവും അല്ലേ? സർക്കാർ കൃത്രിമമായി ഒരു നാണയത്തിൻ്റെ മൂല്യം കൂട്ടുകയും മറ്റൊന്നിന് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മൂല്യം കുറഞ്ഞ നാണയം പ്രചാരത്തിൽ നിന്ന് ഔട്ടായി പോകാം. അതാണ് ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടേം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? തോമസ് ഗ്രഷാമാണ് ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്നുള്ള ടേം കൊണ്ടുവന്നത്. പോൾ എ സാമുവൽസൺ എന്ന് പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത കൃത്യമായ ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് പോൾ എ സാമുവൽസൺ. വോക്കർ എന്ത് പറഞ്ഞു? മണി ഈസ് വാട്ട് മണി ഡസ്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് വോക്കർ. തോമസ് ഗ്രഷാം എന്ത് പറഞ്ഞു? ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട്. ബാഡ് മണി, അതായത് സർക്കാർ കൃത്രിമമായ ഒരു നാണയത്തിൻ്റെ മൂല്യം കൂട്ടുകയും മറ്റൊന്ന് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മൂല്യം കുറഞ്ഞ നാണയം പ്രചാരത്തിൽ നിന്ന് ഔട്ടായി പോകുന്നു. അതാണ് ഈ തോമസ് ഗ്രഷാം അഭിപ്രായപ്പെട്ടത്. ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട്. മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡേവിഡ് റിക്കാർഡോ. കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ് ഡേവിഡ് റിക്കാർഡോ. കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ് ഡേവിഡ് റിക്കാർഡോ. എന്താണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്? കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരുപാട് കമ്പനികൾ ഉണ്ടാവും അല്ലേ? ഒരുപാട് കമ്പനി, ഇപ്പം മൊബൈൽ ഫോൺ തന്നെ പല കമ്പനികളുടെ ഉണ്ട്. അപ്പോൾ എന്തായാലും എന്ത് ഉൽപ്പന്നമായാലും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ്. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു പ്രൊഡക്റ്റ് എങ്കിൽ അതേ പ്രൊഡക്റ്റിൻ്റെ മറ്റു കുറേ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യും? അവർക്ക് കിട്ടുന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് കുറേ റോ മെറ്റീരിയൽ വേണം. അപ്പോൾ ആ റോ മെറ്റീരിയൽ എൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ക്വാളിറ്റിയോട് കൂടി കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ഒരു പ്രൊഡക്റ്റിന് തന്നെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിലാവണം, പക്ഷേ മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഗുണമുള്ളതും ആകണം, ക്വാളിറ്റി ഉള്ളതാവണം. അതാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ തിയറിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഡേവിഡ് റിക്കാർഡോയാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവ്. ഇപ്പോൾ ഡേവിഡ് റിക്കാർഡോ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ് ഡേവിഡ് റിക്കാർഡോ. നെക്സ്റ്റ് അടുത്തത് A.J. ബ്രൗൺ. മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് A.J. ബ്രൗൺ. അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രത്തെ പറഞ്ഞത് മനുഷ്യന്റെ ജീവന മാർഗത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധി. അത്രമാത്രം വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. A.J. ബ്രൗൺ എന്താ വിശേഷിപ്പിച്ചത്? മനുഷ്യന്റെ ജീവന മാർഗത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് A.J. ബ്രൗൺ. അപ്പോൾ ഡേവിഡ് റിക്കാർഡോ എന്ന് പറഞ്ഞു കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ് ഡേവിഡ് റിക്കാർഡോ. A.J. ബ്രൗൺ എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ജീവന മാർഗത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് JP സേ. ലാസ്റ്റ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് JP സേ. JP സേ പറഞ്ഞത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഞാൻ പറഞ്ഞു സപ്ലൈ എന്താണ് അതിൻ്റെ മലയാളം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രധാനം ഡിമാൻഡ് എന്താണ്? ചോദനം. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഇപ്പം പ്രധാനം ചോദനം ഉളവാക്കുന്നു എന്ന ഒരു തിയറി കൊണ്ടുവന്ന വ്യക്തിയാണ് JP സേ. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഇപ്പോൾ നമ്മൾ പറയാണ് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിന് വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് എന്താണ്? വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉൽപ്പാദകന് തോന്നും ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്ന സമയമല്ലേ, ഇപ്പം ഞാൻ കുറവ് ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ട് എന്താ കാര്യം, എനിക്ക് ലാഭമൊന്നും കിട്ടില്ല. പക്ഷെ ആ സമയത്തായിരിക്കും എന്ത് ആവശ്യക്കാർ കൂടുതൽ, ഓൾറെഡി ഡിമാൻഡ് ഉണ്ടാവും. അപ്പം എന്ത് വേണം? അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിർബന്ധിതനാവും. ഇനി വില കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം കുറേ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും. അപ്പോൾ എന്തായിരിക്കും? അതിന് ഡിമാൻഡ് കുറവായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഉൽപ്പാദനം കുറച്ച് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ള ടേം കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് ഉപജ്ഞാതാവ്? JP സേ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കാൾ മാർക്സിനെ കുറിച്ചാണല്ലോ ആദ്യം പഠിച്ചത്. കാൾ മാർക്സ് ആരാണ്? ഉൽപ്പാദനോപാധികൾ ഉൽപ്പാദനോപാധികൾ ആർക്ക് വേണ്ടിയിട്ടാവണം? തൊഴിലാളികളെ ഉദ്ദേശിച്ചുകൊണ്ടാവണം. ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് കാൾ മാർക്സ്. ഉൽപ്പന്നത്തിനൊരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി എടുക്കുകയും ചെയ്യുന്നതിന് അദ്ദേഹം എന്ത് വിശേഷിപ്പിച്ചു? മിച്ചമൂല്യം എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതി ഉണ്ടല്ലോ, ദാസ് ക്യാപിറ്റൽ. അതിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അവിടെ കഴിഞ്ഞല്ലോ. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൃതി കൂടിയുണ്ട് നമ്മൾ പഠിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഫ്രെഡറിക് ഏംഗൽസ് കൂടിയായിട്ടാണ് അദ്ദേഹം രചിച്ചത്. പിന്നെ നമ്മൾ പഠിച്ച ഫാദർ ഓഫ് വെൽഫെയർ എക്കണോമിക്സിനെയാണ് ആൽഫ്രഡ് മാർഷലാണ് ഫാദർ ഓഫ് വെൽഫെയർ എക്കണോമിക്സ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചോദന നിയമം നമ്മൾ പറഞ്ഞു. ചോദന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുക. ചോദന നിയമം ആവിഷ്കരിച്ച ആൽഫ്രഡ് മാർഷലാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന കൃതി രചിച്ചതും അദ്ദേഹമാണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന കൃതിയുടെ രചയിതാവാരാണ്? ആൽഫ്രഡ് മാർഷൽ. അതിനുശേഷം നമ്മൾ പഠിച്ച പോളെ സാമുവൽസണെയാണ്. പോളെ സാമുവൽസൺ അദ്ദേഹം എന്ത് പറഞ്ഞു? മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവവിനിയോഗത്തിൻ്റെയും ഫലമാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് പോളെ സാമുവൽസൺ. പിന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിച്ചുവല്ലോ, ലയണൽ റോബിൻസ്. വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിത വിഭവങ്ങളും തമ്മിലുള്ള പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. പിന്നെ നമ്മൾ പഠിച്ചത് വോക്കറെ കുറിച്ച് പഠിച്ചു. മണി ഈസ് വാട്ട് മണി ഡസ്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. തോമസ് ഗ്രഷാം ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ഡേവിഡ് റിക്കാർഡോ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ്. A.J. ബ്രൗൺ മനുഷ്യരുടെ ജീവന മാർഗത്തിന് വേണ്ടിയുള്ള ഉപാധി എന്ന് വിശേഷിപ്പിച്ചു. JP സേ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്നുള്ള ടോപ്പിക് നമ്മുടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.